ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല ഫൈബർ കണ്ടന്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്സും ഒന്നൊന്നര ടേബിൾ സ്പൂൺ കടലമാവുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗള് ഓട്സ് എടുത്തിട്ടുണ്ട്. എത്ര ഓട്സ് എടുക്കണോ അത്രയും നമ്മൾ മറ്റുള്ള അളവുകൾ എടുക്കണം. അതിനാണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 വറ്റൽമുളകാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വറുത്തിട്ടൊന്നുമില്ല, വറുക്കാണ്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി ആയാലും ശരി, കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടി ആയാലും ശരി, ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓട്സ് എടുത്ത അതേ അളവിൽ തന്നെയാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇനി നമ്മൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട, ഇതിലേക്ക് ഒരു കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൈഡ് ഡിഷ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മളിതിലൊരു 1.5 ടേബിൾ സ്പൂണോളം കടലമാവ് ഉണ്ടാവും, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു മിനുമിനുപ്പൊന്നും ഇല്ലാണ്ട് നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതേ അളവിൽ നമ്മൾ അളന്നെടുത്ത ഓട്സിൻ്റെ അതേ അളവിൽ 2 കപ്പ് വെള്ളം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിത് ഉടച്ചെടുക്കാം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടകൾ ഉടച്ചെടുക്കാൻ പ്രയാസമാകും. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം വിസ്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹേർട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, അത് ശീലിച്ച് അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രം കൂടിയും വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ നിന്ന് പകുതി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണം, കൂടുതൽ വെള്ളമാകരുത്. അപ്പോൾ ഇതിപ്പോൾ തിക്കിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ തിക്കും പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വെള്ളം കുറച്ചുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കുക. നേരത്തെ ഉള്ളത് മൊത്തത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം കൂടി വെള്ളം എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ചല്ല, ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചുകൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ലൂസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കണ്ടല്ലോ, ഇപ്പോൾ ഒന്നുകൂടി തിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ പുളിപ്പും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തെടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ചൊവ ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ അപ്പം വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. മുരിപ്പിച്ചെടുത്തിട്ട് വെറുതെ കഴിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ടേസ്റ്റാണ്. അതല്ല, നമ്മൾ വെറുതെ മുരിപ്പിക്കാണ്ട് കഴിക്കുമ്പോഴും നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇത്രയും മതി. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വെള്ളം ഇപ്പോഴാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 4 പാത്രത്തിൻ്റെ കുറച്ച് ഭാഗം വെള്ളം അവിടെ ബാക്കിയുണ്ട് കേട്ടോ. ഇനി പാന് വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിതിൽ എണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൊണ്ടാണ് എണ്ണയ്ക്ക് തടവി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും വേണ്ട. ഇപ്പം നമ്മൾ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചെടുക്കാം. പാന് നല്ലോണം ചൂടായതിന് ശേഷം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അവർക്ക് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ക്രിസ്പി ആക്കി കൊടുക്കുമ്പോൾ ചൂടോടെ കൊടുക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിത് തണുത്ത് പോകും, ക്രിസ്പിനെസ്സൊക്കെ മാറിപ്പോകും കേട്ടോ. ചൂടോടെ ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ നല്ല ക്രിസ്പിയായി കഴിക്കാൻ പറ്റും.
അപ്പോൾ മക്കളൊന്നും ഇവിടെ നീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളില്ല, അപ്പോൾ മക്കൾ നീച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ക്രിസ്പി ആക്കി എടുക്കണില്ല. എനിക്ക് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുറേ നേരം വെച്ച് ക്രിസ്പിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഇത് നല്ല സോഫ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ ക്രിസ്പി ആക്കാണ്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ എടുക്കാം. ഞാനിതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ഒക്കെ വേണമെങ്കിൽ തടവി എടുക്കാം കേട്ടോ, നിങ്ങളിഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തടവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മെലിഞ്ഞ് വരണം. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് മറിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇത് ഞാൻ മറിച്ചിടണമൊന്നുമില്ല. ഇതുപോലെ നല്ലോണം മെലിഞ്ഞ് വരുമ്പോൾ നമ്മളിതാ എടുക്കുകയാണ് കേട്ടോ. പാനിൽ നിന്നൊക്കെ വേഗത്തിൽ വിട്ട് കിട്ടും. നമ്മൾ കടലമാവ് ചേർത്തുകൊണ്ട് ഇത് വേഗത്തിൽ പാനിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അതിനാണ് നമ്മളിതിൽ 1 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി അപ്പാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ്. അപ്പോൾ നമ്മൾ അടുത്തതും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഉണ്ടാക്കിയെടുത്ത സൈഡ് ഡിഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അടുപ്പിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. തൈര് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തൈരും നമ്മൾ കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടാവും, വലിയവർക്കും ഇഷ്ടാവും. പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. എടുക്കുമ്പോൾ ഇനി പുളി ഉള്ളതാണെങ്കിൽ പുളി ഇഷ്ടമുള്ളവർക്ക് പുളി എടുക്കാം. പക്ഷെ പുളിയില്ലാത്ത തൈരാണ് നമുക്കിതിലേക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെലിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് തൈര് വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലോണം മെലിഞ്ഞ് വരണം. ഇപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഒലീവ് ഓയിൽ കൂടി ചേർത്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇതിൽ മുക്കി നമ്മുടെ ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. കണ്ടല്ലോ, നമ്മുടെ അപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാൻ. നമുക്കിതിലേക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കണമെങ്കിലും മിനിറ്റുകൾ മതിയല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ അപ്പം. നമുക്കിത് വേണമെങ്കിൽ ക്രിസ്പി ആക്കി എടുക്കാം. ക്രിസ്പി ആക്കി എടുക്കുമ്പോൾ നമ്മൾ ചൂടോടെ അപ്പം തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ്. നല്ല രുചിയുണ്ട് ഇതിൽ മുക്കി കഴിക്കാൻ കേട്ടോ. നമ്മൾ എത്ര വേണമെങ്കിലും ഇതിങ്ങനെ കഴിച്ചു പോകും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.